Hello. Welcome to market discussion of the day. Today, March 27, 2026, Monday ആണ് ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്. സോ വീക്കെൻഡ് മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. ഫോറക്സ് ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് ആണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോഴ്സിൻ്റെ ഫീസ് വന്നിട്ട് വെറും 99 രൂപ മാത്രമാണ്. നമ്മൾ ഓഫർ പ്രൈസിലാണ് ഈ വട്ടം കൊടുക്കുന്നത്. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് രാത്രി 8:30 മണിക്കാണ് ഈ ഒരു ക്ലാസ്സസ് നടക്കുന്നത്. 7 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. സോ ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമ്മൾ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നോക്കാം. ഓക്കെ, എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ബേസിക്കലി ഇന്ന് ഒരുപാട് FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ചുകൾ ഒരുപാട് ഇന്ന് രാവിലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:30 മണിക്ക് നമുക്ക് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. GBPയിൽ നിന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്. സോ ഇപ്പം മുതൽ GBPയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും സേഫ് ആയിട്ടുള്ളൊരു കാര്യം എന്നുകൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. വൈകുന്നേരം 8:30 ശേഷം വീണ്ടും FOMC മെമ്പേഴ്സിൻ്റെ സ്പീച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ FOMC എന്ന് പറയുന്ന അവരുടെ FOMCയുടെ മെമ്പേഴ്സിൻ്റെ ന്യൂസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് ബേസിക്കലി ഡിപ്പെൻഡഡ് ഓൺ ഫെഡിൻ്റെ തീരുമാനങ്ങൾ വെച്ചിട്ടാണ് എന്നുള്ളൊരു കാര്യം ആയതുകൊണ്ടിട്ട് തന്നെ ഉറപ്പായിട്ടും FOMCയുടെ ന്യൂസുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഇന്ന് വൈകുന്നേരത്തിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും സേഫ്. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് ആക്ച്വലി ഞാൻ ട്രേഡിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ഗോൾഡിൽ നിന്ന് പ്രത്യേകിച്ച്, കറൻസീസ് എന്നല്ല, ഗോൾഡിൽ നിന്ന് പ്രത്യേകിച്ച്, കാരണം ഗോൾഡ് ഭയങ്കര വോളറ്റൈലാണ് എന്നതുകൊണ്ടിട്ട് അല്ലേ. സോ ബേസിക്കലി ഇന്നലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പൊളിറ്റിക്കലി നടന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒന്നാമത്തെ കാര്യമാണ് നമ്മളുടെ ട്രംപ് അണ്ണൻ ഇറാനിയൻ ഗവൺമെൻറ് ആസ് പെർ ഇറാനിയൻ ഗവൺമെൻറ് റിക്വസ്റ്റ് എന്നൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പോസിങ് എനർജി പ്ലാൻ ഡിസ്ട്രക്ഷൻ ബൈ 10 days. 10 ദിവസത്തേക്ക് എനർജി പ്ലാൻ ഡിസ്ട്രക്ഷൻ നിർത്തിവെക്കിച്ചേക്കാണ്. ഇനി ഡിസ്ട്രക്ഷൻ April 6 പുള്ളിക്കാരൻ തുടങ്ങുള്ളൂ എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറയുന്നത്. സോ 5 ദിവസമായിരുന്നു, അത് 10 ദിവസമാക്കി കൊടുത്തു എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് അണ്ണൻ ഇന്ന് നമുക്ക് എല്ലാവർക്കും ചെയ്തു കൊടുത്ത ഏറ്റവും വലിയൊരു കാര്യം അല്ലേ. സോ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഒരു പീസ് ഡീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു US ഇറാന്. 15 point പീസ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു പീസ് പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇറാൻ നൈസായിട്ട് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഓക്കെ, സോ അങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. സോ ഇത് രണ്ടുമാണ് പൊളിറ്റിക്കലി നടന്നിട്ടുള്ള 2 കാര്യങ്ങൾ. ഉറപ്പായിട്ടും വീക്കെൻഡിൽ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. കാരണം പൊസിഷൻസ് ഹോൾഡ് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് മൺഡേ ഒക്കെ പണി കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. മൺഡേസിലാണ് ഭയങ്കരമായി ഇങ്ങനത്തുള്ള സാഹചര്യങ്ങളിൽ മൺഡേസിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് ബെറ്റർ ആയിരിക്കും എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, സോ മൺഡേസിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്നും കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം, നമ്മളുടെ ഗോൾഡിൻ്റെ നമുക്ക് ഇത്രയും കാലം വേൾഡ് വാർ നടന്നതിന് ശേഷം ഇത്രയും കാലമായിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. കാരണം പല ആൾക്കാർക്കുമുള്ള ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് വാർ വന്നിട്ടും മാർക്കറ്റ് താഴോട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം പല ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടാണ്. ഓക്കെ, സോ ഇതൊരു ഡെയിലി ക്യാൻഡിലാണ്. സോ വാർ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? വാർ വന്നപ്പോൾ ഇത് ഓൾമോസ്റ്റ് മാർച്ച് 2. ഓക്കെ, അതായത് ഫെബ്രുവരി 28 അക്രമം നടന്നത്. ഓക്കെ, ആ ഒരു മൺഡേ മാർച്ച് 2 എന്ന് പറയുന്ന മൺഡേ 5400 ടച്ച് ചെയ്തു. 5400 ടച്ച് ചെയ്ത ആ ഒരു സമയത്ത് വാർ പ്രമാണിച്ച് തന്നെ സ്റ്റോക്കുകൾ ഇടിഞ്ഞപ്പോൾ കമ്പനികളുടെയൊക്കെ നഷ്ടങ്ങൾ നികത്താനായിട്ട് ഗോൾഡ് അവരുടെ കയ്യിലുണ്ടായിരുന്ന വളരെ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഗോൾഡ് അവർ വിൽക്കുകയുണ്ടായി. അങ്ങനെ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് 5400 പിറ്റേ ദിവസം മാർച്ച് 3 5000 വരെ മാർക്കറ്റ് എത്തുകയും ചെയ്തു. ഓക്കെ, സോ ഈ മാർക്കറ്റ് 5000 വരെ എത്തിയതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? മാർക്കറ്റ് മുകളിലും താഴെയായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ, ബേസിക്കലി നമ്മുടെ ഓയിലിൻ്റെ പ്രൈസ് കൂടി. ഓയിൽ വാറിന് മുന്നേ ആയിട്ട് ഓൾമോസ്റ്റ് $60 പെർ ബാരലായിരുന്നു അല്ലേ. സോ വാറിന് ശേഷം ഓയിലിൻ്റെ പ്രൈസ്, ക്രൂഡ് ഓയിലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 110-119 വരെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു പെർ ബാരലിന് അല്ലേ. സോ ആ ഒരു പ്രൈസ് കൂടിയതിനനുസരിച്ച് ഉറപ്പായിട്ടും ഓയിലിൻ്റെ പ്രൈസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ കൂടും. ഇൻഫ്ലേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻഫ്ലേഷൻ കൂടുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല എന്നുള്ളൊരു അനുമാനത്തിൽ, ഓക്കെ, ആ ഒരു അനുമാനമാണ്. ഓക്കെ, ആ ഒരു അനുമാനത്തിൽ എന്ത് സംഭവിച്ചു? ഗോൾഡിൻ്റെ
ആൾക്കാർ കൂടുതലും ആസ് എ സേഫ് ഹെവൻ ഗോൾഡ് മാറ്റി നേരെ US ബോണ്ടുകളിലോട്ട് പിടിച്ചു. കാരണം US ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടും എന്നതുകൊണ്ടിട്ട്, ഗോൾഡിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടില്ല എന്നതുകൊണ്ടിട്ട്. ഓക്കെ, സോ അതിനുശേഷം ദ വേൾഡ് വാസ് വെയിറ്റിംഗ് ഫോർ ദ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായത്. അവിടെ മാർക്കറ്റ് ഓൾമോസ്റ്റ് 5000 ആ ഒരു ദിവസങ്ങളൊക്കെ കഴിഞ്ഞ, എനിക്ക് തോന്നുന്നു തേഴ്സ്ഡേ മാർച്ച്, ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ഈ ഒരു ക്യാൻഡിലൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സോ ഇതാണ് 5000 നമ്മുടെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷന് ശേഷം എന്ത് സംഭവിച്ചു? മാർക്കറ്റ് ഒറ്റയടിക്ക് മാർച്ച് 19 ആ ഒരു ദിവസങ്ങളിലൊക്കെ, വെനസ്ഡേ ആയിരുന്നു അന്ന് രാത്രിയായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, സോ അത് 5000 നിന്ന് മാർക്കറ്റ് താഴെ പോയി. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കില്ല, ഇൻട്രസ്റ്റ് റേറ്റ് 3.75 നിന്ന് കുറച്ചതുമില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഈ ഒരു വർഷം ഒരു വട്ടേ കുറയ്ക്കാൻ പോസിബിലിറ്റി ഉള്ളെന്ന് ഫെഡ് ചെയർ പവൽ പറയുകയുണ്ടായി. അതിനുശേഷം ഇൻട്രസ്റ്റ് റേറ്റ് ഹോക്കിഷായിട്ട്, അതായത് ലോങ്ങർ ടേമിലോട്ട് മുകളിൽ തന്നെ നിൽക്കും എന്നുള്ള പ്രഖ്യാപനം, അല്ലെങ്കിൽ ഫെഡ് ചെയർ പവലിൻ്റെ പ്രഖ്യാപനം കാരണം മാർക്കറ്റ് താഴെ വീണു. മാർക്കറ്റ് താഴെ വീണപ്പോൾ എന്ത് സംഭവിച്ചു? മാർക്കറ്റ് തേഴ്സ്ഡേ ആയപ്പോഴത്തേക്കും ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞ തേഴ്സ്ഡേ മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണല്ലേ, 4498 വരെ പോയി. അതിൻ്റെ അടുത്ത ഫ്രൈഡേ 4478 വരെ പോയി. അതിനുശേഷം ഈ മൺഡേ മാർക്കറ്റ് 4099 വരെ പോയി. ഓക്കെ, സോ ഭയങ്കരമായ മൂവ്മെൻറ്റുകൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മാർക്കറ്റ് തിരിച്ച് മുകളിൽ 4600 വരെ വീണ്ടും പോയി. നോക്കി, എന്നിട്ട് തിരിച്ചിപ്പോൾ ഓൾമോസ്റ്റ് 4462 മാർക്കറ്റ് വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കാം, അല്ലേ? സോ ബേസിക്കലി ഇതാണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് ഒരു ചെറിയൊരു അപ് ട്രെൻഡ് കാണിക്കുന്നതിൻ്റെ വൺ ഓഫ് ദ റീസൺ എന്ന് പറയുന്നതും വാർ അവസാനിച്ച്, ഒരു ചെറിയൊരു പോസ് കിട്ടി എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് മെയിനായിട്ടും കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഗോൾഡിൽ നടന്നിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ നമ്മുടെ വാർ സംബന്ധിച്ച് നടക്കുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മളുടെ ഇന്നത്തെ മാർക്കറ്റ് ഡിസ്കഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ഇന്നത്തെ ടെക്നിക്കൽ റേഞ്ചിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്നത്തെ റേഞ്ച് എന്തൊക്കെയാണെന്നുള്ള കാര്യം പറഞ്ഞു പോകാം. അതിനുശേഷം നമുക്ക് നമ്മളുടെ ബൈ സെൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും പറഞ്ഞു പോകാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എല്ലാ ദിവസത്തെയും പോലെ USD JPYയിലോട്ട് വരാം. USD JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു 159 ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ നമ്മുടെ മെറ്റാട്രേഡർ 5 ആപ്ലിക്കേഷന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഇതിനകത്ത് കാണിക്കുന്നത്, ട്രേഡിംഗ് വ്യൂവിൽ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ നമ്മുടെ USD JPY 159.624 നിൽക്കുന്നു ഇപ്പോൾ. ഓക്കെ, അതിന് മുന്നേ ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കർ സ്റ്റാർ ട്രേഡർ ആണെന്ന് നിങ്ങൾക്കറിയാം. സോ സ്റ്റാർ ട്രേഡറിൻ്റെ എല്ലാ റെഗുലേഷൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്കറിയാം. ഓക്കെ, സോ ഏറ്റവും കൂടുതൽ റെഗുലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ UAE ബേസ് ചെയ്തിട്ടുള്ള CMA റെഗുലേഷൻ, അതേപോലെ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ള ASICയുടെ റെഗുലേഷൻ, സൗത്ത് ആഫ്രിക്ക ബേസ് ചെയ്തിട്ടുള്ള FSCയുടെ റെഗുലേഷൻ ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ, സ്റ്റാറിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതുമാണ്. ഓക്കെ, സോ കമ്പനിയിൽ നോക്കി നിങ്ങൾ റെഗുലേഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതെല്ലാം നിങ്ങൾക്ക് നോക്കി കാണാവുന്നതാണ്. ഓക്കെ, സോ അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് $100,000 വരെ ഇൻഷുർ ചെയ്യുന്നുണ്ട്, സ്പോൺസർഷിപ്പ് ചെയ്യുന്നുണ്ട്. UAE ടീമിനെ കഴിഞ്ഞ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ UAE ടീമിനെ സ്പോൺസർ ചെയ്തൊരു കമ്പനിയാണ് നമ്മുടെ സ്റ്റാർ ട്രേഡർ. ഓക്കെ, അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പുകൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ അവരുടെ ഡെപ്പോസിറ്റ് ബോണസ് ആണ്. അതായത് ഇന്ത്യൻ ക്ലയൻസ് ആണെങ്കിൽ അവരുടെ ആദ്യത്തെ $500 50% ബോണസും, ടോട്ടൽ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ 20% ബോണസും, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റുകൾക്ക് 20% ബോണസും കമ്പനി തരുന്നുണ്ട്. യൂറോപ്യൻ ക്ലയൻസ് ആണെങ്കിൽ ആദ്യത്തെ $1000 100% ബോണസും, സബ്സിക്വൻറ്റ് ഡെപ്പോസിറ്റ് 20% ബോണസുമാണ് കമ്പനി തരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓഫർ നമുക്ക് എന്ന് വരെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 31 വരെയാണുള്ളത്. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ട്, സ്റ്റാർ ട്രേഡർ ലിങ്കിന് വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് നോക്കി പോകാവുന്നതുമാണെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് USD JPYയിലോട്ട് വരാം. 159.612 രണ്ട് ഓപ്പർച്യൂണിറ്റി എനിക്ക് പറയാനുണ്ട്. വീണ്ടും 160 അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് 160 അവിടുന്ന് സെല്ല് എടുക്കുന്ന ആൾക്കാർ 160.60
0.5 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. ഓക്കെ, 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെക്കുക. അല്ലെങ്കിൽ 159 റേഞ്ചിൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് USD JPYയിൽ പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് എനിക്ക് USD JPYയിൽ പറയാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ നേരെ നമ്മൾ ക്യാൻഡിൽ മാറ്റിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ പണിയായി. ഓക്കെ, നേരത്തെ എന്നുള്ള വൺ ഡേ ക്യാൻഡിൽ തന്നെ എടുക്കാം. പറഞ്ഞു പോകാം, നിങ്ങളുടെ 1 hour ക്യാൻഡിൽ നോക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ശരി, നമുക്ക് നേരെ നമ്മളുടെ GBP USDയിലോട്ട് പോവാം. ഓക്കെ, GBP USDയിലോട്ട് വരുമ്പോൾ ഇപ്പോൾ 1.33415 നിൽക്കുന്ന മാർക്കറ്റ്. ഓക്കെ, നമുക്ക് ഉള്ളൊരു എൻട്രി പോയിൻ്റ് എന്ന് പറയുന്നത് ഒരു 1.3300 അടുത്ത് വെച്ച് നമുക്ക് മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ളൊരു ബൈ എൻട്രിയാണ് എനിക്ക് GBPയിൽ ഇന്ന് പറഞ്ഞു പോകാനായിട്ടുള്ളത്. 1.3300 അവിടെ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ 1.3260 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കുക. 1:1.5 റേഷ്യോയിൽ ടേക്ക് പ്രോഫിറ്റ് വെക്കുക. ഓക്കെ, സോ ഇത് മാത്രമാണ് ഇന്നത്തെ ദിവസം എനിക്ക് GBPയിൽ പറഞ്ഞു പോകാനായിട്ടുള്ളത്. സെൽ എൻട്രി എടുക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോകുന്നു. 1.3300 അവിടെ നമ്മൾ 1 hour ക്യാൻഡിൽ എങ്കിലും അവിടെ സപ്പോർട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഓക്കെ, സോ യൂറോ USD നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂറോ USD സ്ലൈറ്റ്ലി എന്താണ് ഒരു ബെയറിഷ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ യൂറോ USD വീണ്ടും നമുക്ക് 1.1600 അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി. 1.1660 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് 1.1600 അവിടെ സെല്ല് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1:1.5 റേഷ്യോയിൽ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് ഇട്ട് പോവുകയും ചെയ്യാം. നമുക്ക് നേരെ നമ്മളുടെ ഗോൾഡ് ആഷാനിലോട്ട് വരാം. ഗോൾഡിൻ്റെ 1 hour ക്യാൻഡിൽ ഈ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് ഒന്ന് മാറ്റണം എനിക്ക്. സോ എനിക്ക് ആക്ച്വലി ഈ പറയുന്ന നമ്മുടെ ട്രേഡിംഗ് വ്യൂവിലെ വലിയ പരിപാടി അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ തപ്പുന്നത്. പക്ഷേ MetaTrader 5 ഞാൻ കാണിക്കുന്നത്, ഞാൻ കൂടുതൽ നോക്കാറുള്ളത്. സോ എന്താ പറയുക, MetaTrader 5 എനിക്ക് കൂടുതലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. സോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ക്യാൻഡിൽ എനിക്ക് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കാണിച്ചു തരാൻ പറ്റാത്തതും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഈ പറയുന്ന 1 hour ക്യാൻഡിൽ 1 day ക്യാൻഡിൽ തന്നെ എടുക്കാം. ഓക്കെ, സോ നമ്മളുടെ USD GBP XI USD 4471 നിൽക്കുന്നു. ഓക്കെ, സോ 4471 അവിടെ നിന്ന് നമുക്ക് ഇന്നത്തെ ഒരു റേഞ്ച് നമ്മൾ ഗോൾഡിനെ കുറിച്ച് ഒരു ബെയറിഷ് ആണ് മാർക്കറ്റ്. ഓക്കെ, 4330 to 4540 ഇന്നത്തെ റേഞ്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ 4469 മാർക്കറ്റ് നിൽക്കുന്നു. 4000 ഈ ഒരു അവർലി ക്യാൻഡിൽ തന്നെ ഓൾമോസ്റ്റ് 4440 നിന്നാണ് ഓൾമോസ്റ്റ് $30 മുകളിലോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു നമുക്കൊരു എൻട്രി എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് പറയാനായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഇന്നത്തെ ഈ 11 മണിക്കുള്ള ക്യാൻഡിൽ 4460 മുകളിലാണ് എങ്കിൽ അവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. കാരണം അതൊരു യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്. ഓക്കെ, അതേപോലെ ഒരു 1 hour ക്യാൻഡിൽ 4460 മുകളിലായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, ചെറിയ ലോട്ട് സൈസ് എടുക്കുക. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഇടാൻ നേരത്ത് നമുക്ക് 4445 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. ഓക്കെ, സോ അങ്ങനെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. പക്ഷേ മാർക്കറ്റ് സ്ലൈറ്റ്ലി ബെയറിഷാണ്, നമ്മൾ ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്നത്. സേഫ് ആയിട്ടുള്ളൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നത്തെ ദിവസവും മാറി നിന്നിട്ട് തിങ്കളാഴ്ച ട്രേഡ് എടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ നമുക്ക് ഇന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എടുത്ത് പോകാവുന്നതുമാണെന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, നമുക്ക് ഇന്ന് അല്ല മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 4540 എന്ന് പറയുന്ന അവിടുന്ന് റെസിസ്റ്റ് ചെയ്ത് താഴോട്ട് പോകാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കൂടുതലും കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ, സോ ബേസിക്കലി ഇപ്പോൾ 4450 എന്ന് പറയുന്ന ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് മാർക്കറ്റ്. സോ അവിടെ റീടെസ്റ്റ് ചെയ്യുമോ ഇല്ലയോ 4450 65 എന്ന് പറയുന്ന ആ ഒരു സോൺ വിട്ട് മുകളിലോട്ട് പോയാൽ ഉറപ്പായിട്ടും അത് ഈ ഒരു ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 11:30 മണിക്ക് യൂറോപ്പ് ഓപ്പൺ ആവുന്ന ഈ ഒരു ക്യാൻഡിൽ 4465 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിന്നാൽ അത് ബ്രേക്ക് ഔട്ടായിട്ട് കൺസിഡർ ചെയ്ത് നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടിട്ടും തെറ്റില്ലാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ നമ്മൾ നാളെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.